പള്ളിക്കൂദാശ ഒന്നാം ഞായർ. മത്തായി 16:13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അപ്രതീക്ഷിതമായൊരു ചോദ്യം. എല്ലാവർക്കും വേണ്ടി പത്രോസ്ലീഹ ഉടനടി ഉത്തരം പറയുന്നു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉത്തരം തേടി പത്രോസ്ലീഹായ്ക്ക് അലയേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് അത് വെളിപാടായി ലഭിച്ചു. അതൊരു വെളിപാടാണെന്ന് അയാൾ അറിഞ്ഞുമില്ല. ഒരു മിന്നൽ പിണർ പോലെ എന്തോ ഒന്ന് ഉള്ളിലൂടെ കടന്നുപോയി. അതിനുള്ള പ്രതികരണമായിരുന്നു ആ ഉത്തരം. ശരീരരക്തങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമല്ല അദ്ദേഹത്തെ ഈ ഉൾക്കാഴ്ചയിലേക്ക് നയിച്ചത്. കർത്താവീശോയുടെ ഭൂതകാലത്തെക്കുറിച്ച് അയാൾ വിചിന്തനം നടത്തിയില്ല. അതിൻ്റെ ആവശ്യവും അയാൾക്ക് അനുഭവപ്പെട്ടില്ല. വിസ്മയം നിറഞ്ഞ കണ്ണുകളോടെ ഈശോ അവനെ നോക്കി അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ അനുഗ്രഹീതൻ. മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. കർത്താവിൻ്റെ ചോദ്യവും പത്രോസ് അതിന് നൽകിയ ഉത്തരവും ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് നയിക്കുന്നവയായിരുന്നു. പത്രോസിൻ്റെ വിശ്വാസം ആ നിമിഷത്തിൽ ശ്വാസോച്ഛ്വാസം പോലെ സ്വതസിദ്ധമായിരുന്നു. കർത്താവീശോ അയാളെ അനുഗ്രഹീതനെന്ന് വിളിച്ചു. അതിന് സമ്മാനമെന്നവണ്ണോ അയാളോട് പറയുകയാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. പത്രോസിനെ തന്നെ മാറ്റിയ, പാറ പോലെ ഉറച്ചവനാക്കിയ ഒരു വെളിപാടായിരുന്നു അയാൾക്ക് ലഭിച്ചത്. കർത്താവിനും ആ നിമിഷം ഒരു വെളിപാട് ലഭിക്കുകയായിരുന്നു. അതായത്, തൻ്റെ പിതാവാണ് പത്രോസിന് ഈ വെളിപ്പെടുത്തൽ നൽകിയത് എന്ന വെളിപാട്. അത് തന്നെക്കുറിച്ച് തന്നെയുള്ള വെളിപാടായിരുന്നു. പാറ പോലെ ഉറച്ച ഒരുവനിൽ തൻ്റെ പള്ളി പണിയും എന്നുള്ള വെളിപാട്. പത്രോസാകട്ടെ തൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് കർത്താവിലായിരുന്നു. അതേ പാറ പോലെ ഉറച്ച വിശ്വാസമായിരുന്നു ക്രിസ്തുവാകുന്ന പാറമേൽ സഭയുടെ അടിസ്ഥാനമാകുവാനുള്ള വെളിപാടായിരുന്നു അത്. ഒരു അടിസ്ഥാനശില സ്ഥാപിക്കുന്ന നിമിഷമായിരുന്നു അത്. ഒരു നിമിഷത്തിൽ നടന്ന സംഭവം. കർത്താവീശോ ഓരോ നിമിഷത്തിനും അത്ര പ്രാധാന്യം കൊടുത്തു. ആ നിമിഷമാണ് അവിടുന്ന് തൻ്റെ സഭ സ്ഥാപിച്ചത്, അല്ലെങ്കിൽ സഭാസ്ഥാപനം എന്ന അത്ഭുതത്തെ വെളിവാക്കിയത്. ദൈവത്തിൻ്റെ ഇടപെടലും സാന്നിധ്യവുമായിട്ടാണ് കർത്താവ് അതിനെ വിശേഷിപ്പിച്ചത്. അത് ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൻ്റെ വെളിപ്പെടുത്തൽ. സകല മരിച്ചവരുടെയും സകല വിശുദ്ധരുടെയും തിരുനാൾ കൂടി ഈ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി, അതിൻ്റെ ആഴമായ ഉൾക്കാഴ്ചയായി നമുക്ക് കാണാവുന്നതാണ്. അതിനെ സമയത്തിൻ്റെ ആകമാനമുള്ള വെളിപ്പെടുത്തലായി, അതിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ദിശാബോധത്തിൻ്റെ വെളിപ്പെടുത്തലായി കാണേണ്ടതാണ്. ഈ അർത്ഥവ്യാപ്തിയിൽ നമുക്ക് സകല വിശുദ്ധരുടെയും തിരുനാളും സകല മരിച്ചവരുടെയും അനുസ്മരണവും ആചരിക്കാം. ഈ ഭൂമിക്കും എല്ലാ ഭൗതികതയ്ക്കും അപ്പുറം നിത്യതയുടെ വിശാലതയിലേക്ക് നമ്മുടെ കണ്ണുകളും ഹൃദയവും തുറക്കുവാൻ ഈ അനുസ്മരണങ്ങൾ നമുക്കിടയാക്കട്ടെ. ഏവർക്കും ഞായറാഴ്ചയുടെ, അതുപോലെ പുതിയ ആഴ്ചയുടെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.